ഇന്ന് ഇന്ത്യയുടെ ആത്മീയ അംബാസിഡറായിരുന്ന ലോകപ്രശസ്തനായ സ്വാമി വിവേകാനന്ദൻ്റെ 151 ജന്മദിനമാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു നമുക്കറിയാം ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും സ്മരണകളിരമ്പുന്ന ശ്രീരാമകൃഷ്ണ ചൈതന്യ മഠത്തിൻ്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത്. ഈ സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ചിൻ്റെ വടക്കേ അറ്റത്തുള്ള സ്ഥലമാണ്. വളരെ പ്രാചീനമായ ഈ ക്ഷേത്രം ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രവും മഠമൊക്കെ ഒരു ജീർണാവസ്ഥയിലാണ്. ആ ജീർണാവസ്ഥയിൽ നിന്ന് ഇത് മാറ്റം വരേണ്ടതാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ സ്ഥലം വന്ന് കണ്ടെത്തിയത്. അപ്പം ഇതിൻ്റെ ആ പഴയ ചരിത്രമൊക്കെ പറയാൻ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ നരേന്ദ്രനാണ്. നരേന്ദ്രൻ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഒരു ജീവനക്കാരനാണ്. ആ നരേന്ദ്രൻ എന്നുള്ള പേര് സ്വാമി വിവേകാനന്ദൻ്റെ പൂർവാശ്രമത്തിലെ പേരാണ്. ഇവരുടെ വീട്ടിലുള്ള അവരുടെ പേരുകളൊക്കെ അക്കാലത്തെ ശ്രീരാമകൃഷ്ണൻ്റെയും വിവേകാനന്ദൻ്റെയും അന്നത്തെ റാണി രാസമണി ഇവയുടെയൊക്കെ പേരുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുക ഒരു ചരിത്രം സ്മരണകൾ ഇരമ്പുന്ന ഒരു സ്ഥലമാണിത്. നമുക്ക് പല കാര്യങ്ങളും ചോദിച്ചറിയാനായിട്ട് ഇവിടെയുള്ള ഒരു ക്ഷേത്രമുണ്ട് ഇതിൻ്റെ കീഴിൽ. ആ ക്ഷേത്രം ഭദ്രാക്ഷേത്രമാണ്. അതിൻ്റെ പൂജാരി കൂടിയാണ് നരേന്ദ്രൻ. അപ്പോൾ നരേന്ദ്രനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ശ്രീ നരേന്ദ്രൻ, നമസ്കാരം. അപ്പോൾ എനിക്കറിയാനുള്ളത് ഈ ചൈതന്യ മഠം സ്ഥാപിച്ചിട്ട് എത്ര വർഷമായി? ഉദ്ദേശം ചൈതന്യമഠം സ്ഥാപിച്ചിട്ട് ഏതാണ്ട് 92 വർഷമാണ്. 92 വർഷമാണ്. 1931 ആണ് നവംബർ മാസമാണ് സ്ഥാപിച്ചത്. ഈ ചൈതന്യ മഠവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചരിത്രമുണ്ടോ? കാരണം ആരാണ് ഇതിൻ്റെ ഈ സ്ഥാപിച്ചത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. 1931 ടി കെ കണ്ണം വൈദ്യർ എന്ന് പറയുന്ന അന്നത്തെ ആയുർവേദത്തിൽ ഡിഗ്രി എടുത്ത അക്കാലത്ത് ഡിഗ്രി എടുത്ത അദ്ദേഹമായിരുന്നു ടി കെ കണ്ണം വൈദ്യർ. അദ്ദേഹം അങ്ങനെ വൈദ്യശാസ്ത്രത്തിൽ ഇവിടെ ഈ ഗുജറാത്തി സമൂഹവും ആയിട്ടൊക്കെ നല്ല ബന്ധങ്ങളായിരുന്നു. പക്ഷേ അവരുടെ ചികിത്സാ സംവിധാനങ്ങളെല്ലാം അദ്ദേഹമാണ് നോക്കിയതുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അത് നരേന്ദ്രനുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടോ? നരേന്ദ്രൻ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ പേര് ആണ് ഈ രാസമണി. രാസമണി അങ്ങനെ ഒരു പേര് വേറെ പേര് എന്താ? ആ രാസമണി എന്നുള്ള പേര് നരേന്ദ്രൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. വിവേകാനന്ദൻ്റെ പേര് അന്വർത്ഥമാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പൂർവാശ്രമ നാമമാണ് പറയും. ഈ രാസമണി എന്നുള്ള പേര് എങ്ങനെ? രാസമണി എന്നുള്ള പേര് വരാൻ കാരണം ഈ അമ്മയുടെ അമ്മാവനായിരുന്നു ഈ ടി കെ കണ്ണം വൈദ്യർ. ഓ ശരി. അദ്ദേഹം ഫുൾ ശ്രീരാമകൃഷ്ണ ഡിവോട്ടി ആയിരുന്നു. അദ്ദേഹം ദക്ഷിണേശ്വരത്ത് പോയി വേലൂർ മഠസ്ഥാനത്ത് സന്ദർശിച്ചു. ശ്രീരാമകൃഷ്ണ ഭഗവാൻ കൽക്കട്ടയിലെ ദക്ഷിണേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തെ റാണി രാസമണി എന്ന് പറയുന്ന അവിടുത്തെ രാജ്ഞിയായിരുന്നു ഈ റാണി രാസമണി. അപ്പോൾ ആ റാണി രാസമണിയുടെ പേരാണ് അമ്മയ്ക്ക് അമ്മയുടെ അമ്മാവന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സായി? അമ്മയ്ക്ക് ഏതാണ്ട് 91 വയസ്സ്. അപ്പോൾ 90 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പേരിടണമെങ്കിൽ അതെ അതിൻ്റെ ആ ചരിത്രത്തിൻ്റെ ഒരു പ്രാധാന്യം മാത്രമല്ല, നിങ്ങളെല്ലാം ശ്രീരാമകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ വിവേകാനന്ദൻ്റെയും ഭക്തരായിരുന്നു മനസ്സിലാക്കാൻ. അതെ. അപ്പോൾ അതേ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം ഈ റാണി രാസമണിയാണ് ശ്രീരാമകൃഷ്ണ ഭഗവാന് അവിടെ കാളി ക്ഷേത്രം പൂജയ്ക്കായിട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചത്. അവിടുത്തെ പൂജാരിയായിരുന്നു ശ്രീരാമകൃഷ്ണൻ അവിടുത്തെ പൂജാരിയായിരുന്നു. ഏത് ക്ഷേത്രമാണത്? ദക്ഷിണേശ്വരത്ത് കാളിക്ഷേത്രം. കാളിക്ഷേത്രം. അവിടുത്തെ പൂജാരിയായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. പക്ഷെ അദ്ദേഹം എല്ലാ ദിവസവും ഈ നട അടച്ചു കഴിഞ്ഞാൽ അകത്ത് വളരെ സംസാരങ്ങൾ കേൾക്കുന്നു. ഈ ഭക്തർ വന്ന് വെളിയിൽ നിൽക്കുന്ന സമയത്ത് അകത്ത് വളരെ സംസാരമാണ് കേൾക്കുന്നത്. അപ്പോൾ ഭക്തർ കംപ്ലൈൻറ്റ് ചെയ്ത് ഈ രാസമണി രാജ്ഞിയോട് കംപ്ലൈൻറ്റ് ചെയ്ത് അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തോ വിഭ്രാന്തിയുണ്ട്. ഈ ശ്രീരാമകൃഷ്ണ
അങ്ങനെ അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആയിട്ടില്ല. ശ്രീരാമകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഈ റാണി രാസമണി ഇതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആ നടയുടെ വാതില്, ഈ റാണി എന്ന് പറഞ്ഞാൽ കൽക്കട്ടയിലെ റാണി. ഓ അത് ശരി. അപ്പോൾ അവര് വന്ന ഈ നടയുടെ ഇടക്കൂടെ ഇങ്ങനെ ദർശിച്ചപ്പോൾ അതിശയോക്തി എന്ന് പറയണം. എന്ന് വെച്ചാൽ സാക്ഷാൽ കാളി ദേവി അവതാരം ഇതായിട്ട് അവതരിച്ച് നിൽക്കുകയാണ് ഈ അമ്പലത്തിന്റെ ഈ നടയുടെ രാസമണി കണ്ടു. ആ കാളി ഭഗവതിയായിട്ടാണ് നിന്ന് ശ്രീരാമകൃഷ്ണൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിവേദ്യം കൊടുക്കുന്നതൊക്കെ വിളിച്ചു വരുത്തിയാണ് സംസാരം ശ്രീരാമകൃഷ്ണ പരമഹംസനും കാളിയും തമ്മിലായിരുന്നു നേരിട്ട് സംസാരിച്ചു. അങ്ങനെ അതെ, ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആത്മകഥയാണോ ജീവചരിത്രമാണോ അതിന്റെ തൊണ്ടോ ഇതൊക്കെ? അതൊക്കെ ഉണ്ട്. ഓ അത് ശരി, വെരി ഗുഡ്. അപ്പോൾ അദ്ദേഹം ആ കാളിയെ ദേവിയെ വിളിച്ചു വരുത്തിയാണ് നിവേദ്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംസാരിച്ചിട്ടിരുന്നത്. ഇത് കണ്ട് റാണിദാസമി അതിശയിച്ചു പോയി. ഇത് കണ്ട് തന്നെ വിഷമിച്ചു പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ നിന്ന് ഇത് ചെയ്താണ് പരമഹംസന ആ പദത്തിലോട്ട് എത്തിയത്. അപ്പോൾ അവിടെ പോയി ഈ TK കണ്ണം വൈദ്യര് അവിടെ എല്ലാം സന്ദർശിച്ചു, അതിൻ്റെ ഡിവോട്ടിയായി. അങ്ങനെ വന്ന് 1931 നമ്മുടെ ഇവിടെ ഈ പറയുന്ന ചൈതന്യമഠം സ്ഥാപിക്കണമെന്നൊരു ആജ്ഞ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ TK കണ്ണം വൈദ്യരും പിന്നെ അന്നൊരു ഫിഷറീസ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു ഇവിടെ, റിട്ടയർഡ് ഫിഷറീസ് ഇൻസ്പെക്ടർ, പിന്നെ ഒരു കല്ലുപുരക്കൽ കുമാരൻ എന്ന് പറയുന്ന അപ്പുറത്ത് ഈ വീട്ടിലെ ഇവർ 3 പേരും കൂടെ ആണ് ഇവിടുന്ന് ഏതാണ്ട് കായംകുളം ഭാഗം വരെ ഭിക്ഷാടനം ചെയ്താണ് ഈ സ്ഥാപനം നേതൃത്വത്തിൽ ഭിക്ഷാടനം ചെയ്ത് കൊണ്ടുവന്ന സ്ഥാപിച്ചതാണ് ഈ ശ്രീരാമകൃഷ്ണ ചൈതന്യം. ഈ സ്ഥലവും അന്ന് അതും അതിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്. ശ്രീ ചിത്രതിരുനാളുടെ സ്ഥാനാരോഹണ സമയത്തായിരുന്നു ഇതിൻ്റെ ഫൗണ്ടേഷൻ. അങ്ങനെ കൂടെ ഒരു ചരിത്രപരമായ, അതുകൊണ്ടാണ് ഇതിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തിരുമേൽപ്പേറ്റ് എന്നുവെച്ചാൽ അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ടുള്ള ഇതാണ് സ്മാരകം. സ്മാരകം ആയിട്ടാണ് ഈ ശ്രീരാമകൃഷ്ണ ചൈതന്യമഠം അന്ന് സ്ഥാപിച്ചത്. അപ്പോൾ ഈ ശ്രീരാമകൃഷ്ണ ചൈതന്യമഠം സ്ഥാപിച്ചത് ഈ പറഞ്ഞ പോലെ എന്ത് സ്വാമിയാണ്? ശ്രീരാമകൃഷ്ണ അന്ന് ഈ കേരളത്തിലേക്ക് ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായ നിർമ്മലാനന്ദ മഹാരാജ്, അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് ആദ്യം ഹരിപ്പാട് ആശ്രമം സ്ഥാപിച്ചു. അങ്ങനെ പല പല സ്ഥലങ്ങളിലും ആശ്രമങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ നമ്മുടെ കൊമ്മാടിയിലുള്ള യോഗാനന്ദാശ്രമം സ്ഥാപിച്ചു, അവിടെയും ഇതിട്ടു, അവിടെയും പ്രതിഷ്ഠ നടത്തി. അതിനുശേഷം അദ്ദേഹത്തെ പോയി TK കണ്ണം വൈദ്യരും പരിവാരങ്ങളെല്ലാം കാണുകയും ഇവിടെ പ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞ് ശ്രീ നിർമ്മലാനന്ദ ജി വന്ന് ഇവിടെ നിർമ്മലാനന്ദ സ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ എന്ത് പ്രതിഷ്ഠയായിരുന്നു? ശ്രീരാമകൃഷ്ണ പ്രതിഷ്ഠയായിരുന്നു. പ്രതിഷ്ഠയാണോ ചിത്രമാണോ? ചിത്രം അന്ന് അതേ രീതിയിൽ പ്രതിഷ്ഠിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ കെട്ടിടമായിരിക്കും കെട്ടിടം അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം നിർമ്മലാനന്ദ സ്വാമി സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലൊക്കെ പിന്നെ നരേന്ദ്ര പോയിട്ടുണ്ടോ? പോകാറുണ്ടല്ലോ. നിങ്ങൾ ഈ പിന്നെ മഠങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടോ? അവിടുത്തെ സ്വാമിമാരൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട്. യഥാർത്ഥ ഇവിടുത്തെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണ ജയന്തിയാണ്. ശ്രീരാമകൃഷ്ണ ജയന്തിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. വിവേകാനന്ദ സ്വാമിയുടെ ജയന്തി അത് ചെറിയ രീതിയിലാണ്. ശ്രീരാമകൃഷ്ണ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സ്വാമി വിവേകാനന്ദന്റെ 151 ജന്മദിനം ഇപ്പൊ രാവിലെ പത്രം. അപ്പൊ ശ്രീരാമകൃഷ്ണ ജയന്തിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അത് വളരെ ഒരു അന്നദാനം, അന്ന് ഗണപതി ഹോമം, അങ്ങനെയുള്ള പൂജാതി കർമ്മങ്ങൾ നടക്കും. പിന്നെ നാരായണീയം, അങ്ങനെ ഇവിടെ ചുറ്റുപാടുള്ള. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ സന്യാസിമാരെ പാർപ്പിക്കുമായിരുന്നു. സന്യാസിമാരെന്ന് പറഞ്ഞാൽ ഈ TK കണ്ണം വൈദ്യരുടെ ഒരു അനുജനുണ്ടായിരുന്നു അദ്ദേഹം കൊച്ചിലെ തന്നെ സന്യാസം സ്വീകരിക്കാനായിട്ട് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലേക്ക് പോയി. അദ്ദേഹം വളരെ പ്രായമായതിനു ശേഷം ഇവിടെ തിരക്കി വരിക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ അനാഥമായിട്ട് കിടക്കുന്ന, ആരും വിളക്കെത്തിക്കാനില്ല, കാര്യങ്ങളില്ല, അങ്ങനെയുള്ള നിൽക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഈ രാസമണി എന്ന് പറയുന്ന അമ്മ അദ്ദേഹത്തെ വിട്ടില്ല. രാസമണി അമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മ. ഇപ്പൊ എത്ര വയസ്സ് അമ്മയ്ക്ക്? 98 വയസ്സ്. എങ്ങനെയാണ് സംസാരിക്കുക? ഞങ്ങൾക്കൊന്ന് കണ്ട് സംസാരിക്കാം.
അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ വിളിച്ചു ആ അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? അമ്മയ്ക്ക് 3 മക്കൾ. അതിൽ മൂത്ത ആള് മരിച്ചുപോയി. സഹോദരിയായിരുന്നു, ജഗദാംബി എന്നായിരുന്നു. അതും ജഗദാംബി എന്ന് പറഞ്ഞാൽ അതും പിന്നെ ഈ ശ്രീരാമകൃഷ്ണ ഇതിന്റെ ശാരദാദേവിയോട് ബന്ധപ്പെട്ട പേരാണ് ജഗദാംബിക. പിന്നെ എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠന്റെ പേര് മധുരനാഥ ബാബു. ഈ മധുരനാഥ ബാബുവിന് ഏതെങ്കിലും മധുരനാഥ ബാബുവിനൊന്നും പറയണമെങ്കിലും ഈ റാണി രാസമണിയുടെ മോനായിരുന്നു. അവിടുത്തെ പ്രധാന കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന മന്ത്രിയായിട്ടുള്ള രീതിയിൽ രാസമണി ദേവിയുടെ മന്ത്രിയായിരുന്നു. അത് അനുസ്മരിച്ചുകൊണ്ട് ശ്രീ മധുരനാഥ ബാബു അദ്ദേഹം സ്ഥലത്തുണ്ടോ? അദ്ദേഹം അമൃത ഹോസ്പിറ്റലിൽ ജോലി ചെയ്യും. അതിവിടെ ഇല്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനെയും വിവേകാനന്ദനെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് രാസമണിക്ക് കൊണ്ടുള്ള പേരുകൾ മറ്റെന്തെങ്കിലും പേരുകളുണ്ടോ? മകൻ്റെ പേരെന്താണ്? അല്ല, മകൻ്റെ അല്ല. അതിനുശേഷം എൻ്റെ പേര് നരേന്ദ്രൻ. അതെ, വിവേകാനന്ദന്റെ പേര്. അതെ, അതേപോലെ തന്നെ പേരിട്ട് അമ്മാവനായതല്ല, പേരുകളെല്ലാം നിർദ്ദേശിച്ചു വന്നിട്ടുള്ള അതേ രീതിയിൽ. പിന്നെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കളുടെ പേര് എല്ലാം ശാരദാമണി, ചന്ദ്രാമണി എന്നുള്ള രീതിയിലാണ്. ഈ മണിയൊക്കെ കൽക്കട്ടയായിട്ട് ബന്ധപ്പെട്ടാണ്. അതെ അതെ, ഈ ശാരദാദേവിയായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് അതെല്ലാം. അപ്പോൾ കംപ്ലീറ്റ് ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ശ്രീരാമകൃഷ്ണ ഡിവോട്ടി മാത്രമാണ്. എന്നുവെച്ചാൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഭഗവാനെ അമ്മ പ്രാർത്ഥിക്കത്തുള്ളൂ. അതെ അതെ അതെ, ശ്രീരാമകൃഷ്ണൻ. എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇത്. കുറേയൊക്കെ ജീർണാവസ്ഥയിലാണ്. ഇത് ആലപ്പുഴയുടെ ഒരു പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിട്ട് വേണ്ടതൊക്കെ സർക്കാർ ചെയ്യുകയാണ് വേണ്ടത്. ഈ മഠവും ഈ കാളീക്ഷേത്രമൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ട്രസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം സാറേ ഇതുവരെ ഈ 3, 4, 5, 6 വർഷം 20 കാലഘട്ടം വരെ ഞാൻ ഈ രാസമണിയായിരുന്നു ഇതിൻ്റെ കാര്യദർശിയായിട്ട് പ്രവർത്തിച്ചിരുന്നത്. കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ പ്രായാധിക്യമൊക്കെ കണ്ടപ്പോൾ രാസമണി അമ്മയ്ക്ക് തോന്നി ഇത് നരേന്ദ്രൻ്റെ അമ്മയ്ക്ക് ഞങ്ങളും എല്ലാം കൂടി ചിന്തിച്ച വശത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഹൈന്ദവരിൽപ്പെട്ട ആളുകളെയും ഉൾക്കൊള്ളിച്ച് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. വെരി ഗുഡ്. എത്ര വർഷമായി? അത് 5 വർഷത്തോളമായിട്ടും. ആ ട്രസ്റ്റിൽ ഞാൻ അതിൽ ട്രസ്റ്റിയാണ്. അമ്മ ട്രസ്റ്റിയാണ്. പിന്നെ ചേട്ടനാണ് അതിന്റെ സെക്രട്ടറി. ചേട്ടൻ എന്ന് പറഞ്ഞത് മധുരനാഥ ബാബു. അപ്പൊ അതില് ഒരു 11 അംഗ കമ്മിറ്റിയാണ്. അതിന്റെ പ്രസിഡന്റായിട്ട് ശ്രീ രുദ്രൻ, അദ്ദേഹം ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ സെക്രട്ടറി ആയിട്ട് ശ്രീ VR ബാബുവിനെ ഏർപ്പെടുത്തി. ഇത് ഞങ്ങളെല്ലാം ട്രസ്റ്റ്. അങ്ങനെ 11 അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഭരണച്ചുമതല. സാമ്പത്തികം കൊണ്ടോ ചെയ്യാനായിട്ടുള്ള? സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭക്തന്മാർ കൊണ്ടുവന്ന് ഇവിടെ എണ്ണയായിട്ടും അതുമായിട്ട് വഴിപാടൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ പൂജ ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരം ഞാൻ തന്നെ ജോലിക്ക് കഴിച്ച ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ എല്ലാ പൗർണമി നാളിലും എല്ലാ പൗർണമി നാളിലും ഇവിടെ വിശേഷാൽ പൂജയുണ്ട്. ഈ അന്ന് രാവിലെ ഗണപതി ഹോമം, പിന്നെ അതിനുശേഷം ഒരു 11 മണി മുതൽ എല്ലാ അഭിഷേകങ്ങളും, പാലഭിഷേകം, നെയ്യഭിഷേകം എല്ലാം ദേവിക്ക്, പിന്നെ പൂർണ്ണ നിവേദ്യങ്ങളെല്ലാം വെച്ച് ഇത് നടക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശാരദാ ദേവി നാരായണീ സമിതിയുണ്ട്. അതിന് ഒരു സമിതി സ്ത്രീകളുടെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി മീനാക്ഷി അമ്മ എന്ന് പറയുന്നതാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അത് NSSൻ്റെ ഒരു പ്രവർത്തകയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അന്ന് രാവിലെ മുതൽ നാരായണീയ പാരായണം ഉണ്ടാവും ഉച്ചവരെ. ഈ അഭിഷേകങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ചെറിയ അന്നദാനം. ഇതെല്ലാം ഈ നാരായണീയ സമിതിക്കാരാണ് അത് ചെയ്യുന്നത്. അതെല്ലാം കൃത്യമായിട്ട് നടക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, പണ്ട് ഞാൻ ഈ വഴി പോകുമ്പോൾ ഇവിടെ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. ആൽമരം വെട്ടേണ്ടി വന്നത് ഒരുപക്ഷെ ഈ ബൈപ്പാസ്. അത് ഏതാണ്ട് 10-200 വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു. വലിയൊരു ആൽമരമായിരുന്നു. അത് ഈ വികസനത്തിന്റെ പേരിൽ അത് ഗവൺമെന്റ് നമ്മളോട്ട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് നമുക്ക് വികസനം, അത് അതിന്റെ സെൻട്രലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു വടവൃക്ഷമായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഒരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നു, ഇത് അവോയ്ഡ് ചെയ്തുകൊണ്ട് പോകണം എന്നൊരു നിർദ്ദേശമൊക്കെ കോടതി ചെയ്യുന്നുണ്ടായി. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഒരു ഡിമാൻഡ് ചെയ്തത്
ഈ ട്രസ്റ്റ് അന്ന് ട്രസ്റ്റ് കൊണ്ട് കോമ്പൻസേഷൻ അല്ല, കോമ്പൻസേഷൻ അല്ല, അതിലും ഉപരി ആചാര അനുഷ്ഠാന പ്രകാരം ഇത് അവോയ്ഡ് ചെയ്യണം എന്ന് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു. അർത്ഥം എന്താണ് എന്ന് വെച്ചാൽ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് കുടികൊള്ളുന്നതാണ് ഈ ആൽവൃക്ഷം. അത് ആരാധിച്ചുകൊണ്ടിരുന്നതാണ്, അതിന് ആരാധന ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നാഗദൈവങ്ങളുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ആചാര അനുഷ്ഠാനം അനുസരിച്ച് വേണം അത് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴയിലെ പുതുമന തിരുമേനിയെ, പുതുമന ദാമോദരൻ നമ്പൂരിയെ പോയി കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇതിനെ ആവാഹനം ചെയ്യുക. ഇതിന്റെ ശക്തിയെ ആവാഹിച്ച് അവിടെയുള്ള ശക്തികളെയൊക്കെ ആവാഹിച്ചാണ് കൊണ്ടുവന്ന് ഈ പുതിയൊരു ആൽമരയുടെ പുതിയ ആൽമരം വെച്ചിട്ടുണ്ടല്ലേ, പുതിയ ആൽത്തറ കെട്ടി ഒരു ആൽനറം വെച്ചു, അതിലേക്ക് ആവാഹിച്ചു. അവിടുത്തെ ചൈതന്യം ആ തൈയിലേക്ക്. ഇപ്പൊ അത് എത്ര വർഷമായി? ഇത് 16-ലാണ് വെച്ചത്, 2016 വെച്ച് 16, 4, 27 വർഷം കൊണ്ട്. ഇത്ര ചോദിക്കാനുള്ള വേറൊരു കാര്യം, ഈ ബൈപ്പാസിന് സമാന്തരമായി വേറൊരു ബൈപ്പാസ് വരുന്നുണ്ടല്ലോ, അത് വല്ലതും ബാധിക്കുമോ? ഇത് ബാധിക്കല്ല, ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പൊ ഈ ആൽമരത്തിന് ബാധിക്കുമോ? ഇല്ല. ഒട്ടും ഇങ്ങനെ ചാഞ്ഞ് ഇവിടെ ഒരല്പം ഇതിന്റെ അകത്തോട്ട് ഇതിന്റെ ഗഡർ ഇച്ചിരി മുന്നോട്ട് കയറുമെന്ന് മാത്രമേ. ഈ നരേന്ദ്രനെ അറിയാത്ത ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചരിത്ര വിശേഷങ്ങള് താങ്കളുടെ അമ്മയായ രാസാമണി ദേവിക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. അതെ. അപ്പൊ ഒന്ന് ചോദിക്കാമല്ലോ. ശരി, നമസ്കാരം. അതിൻ്റെ ഈ ചൈതന്യ മഠത്തിൻ്റെ പഴയകാല കാര്യങ്ങൾ ഏതെങ്കിലും അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതെ, അതെന്ത് കാര്യമാണ് പറയേണ്ടത്? സ്കൂള് ഉണ്ടായിരുന്നു 5ാം ക്ലാസ് വരെ. അതെവിടെയാ സ്കൂള്? ഈ അമ്പലത്തിന്റെ കിഴക്കുവശം അന്ന് സ്കൂളുണ്ടായിരുന്നു. ഏതമ്പലത്തിന്റെ? ഈ നമ്മുടെ അത് എന്ത് സ്കൂളായിരുന്നത്? അത് മലയാളം സംസ്കൃത സ്കൂളായിരുന്നു. അപ്പൊ അമ്മ സംസ്കൃതമൊക്കെ പഠിച്ചു കാണുമല്ലോ? ഇല്ല, ഞാൻ അതിൽ പോയിട്ടില്ല. ഞാൻ അതിന്റെ ഉള്ളവരുണ്ട്. വിശ്വലക്ഷ്മിയുടെ കൂട്ടത്തിലുള്ള അവരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനായിട്ട് ബന്ധപ്പെട്ട ഭജനയുടെ എന്തെങ്കിലും ഒന്ന് പറയാം, ഒന്ന് ചൊല്ലാൻ പറ്റുമോ അമ്മയ്ക്ക്? എന്തോ ചൊല്ലാൻ? രാമകൃഷ്ണ വിവേകാനന്ദാചാര്യ നിർമ്മദാനന്ദ ഗുരു തവദാസരം ഞങ്ങളെ നേർവഴി കാട്ടണം ആസുരമൂർത്തേ വിഭൂ. എന്തിനയ്യോ ജന്മജാലമെടുത്തതോ കിട്ടിയ മറ്റജന്മം, അത് തിട്ടമല്ലെന്നു സത്യസ്വരൂപനെ നിത്യം ഭജ മനമേ.